Hey y'all, this is Tansiha. Welcome to DI Solutions. സോഹോ ബുക്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ആൻഡ് വി വിൽ ബി ഹാപ്പി ടു അസിസ്റ്റ് യു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫോറിൻ കറൻസിയിൽ കസ്റ്റമറിനെ മാപ്പ് ചെയ്യുന്നത്, അവരെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നത്, അതേപോലെ ഇൻവോയ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഫസ്റ്റിൽ തന്നെ കറൻസി എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ കറൻസിനെ കസ്റ്റമർ വെച്ച് മാപ്പ് ചെയ്യണം. എന്നിട്ട് ഫോറിൻ കറൻസി ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക, ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്ചേഞ്ചിലൂടെ ഇതിൻ്റെ ഗെയിൻ ആണോ ലോസ് ആണോ നമുക്ക് വന്നത് അതെങ്ങനെ റിപ്പോർട്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം സോഹോ ബുക്സിൽ ഓരോ കസ്റ്റമറിന് അഗെയിൻസ്റ്റ് നമുക്ക് മൾട്ടിപ്പിൾ കറൻസി സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ലിമിറ്റഡ് ആണ്. ഹയർ പ്ലാൻസിലേ ഉള്ളൂ, ലൈക്ക് എലൈറ്റ്, അൾട്ടിമേറ്റ് അങ്ങനത്തെ പ്ലാൻസിലേ അവൈലബിൾ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഫോറിൻ കറൻസി റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. കറൻസി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് സെറ്റിങ്സിൻ്റെ അണ്ടറിലുള്ള ഓർഗനൈസേഷനിൽ കറൻസി എന്ന് കാണാം. സോഹോ ബുക്സ് ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ കറൻസീസ് ആഡ് ചെയ്യാനും പറ്റും. അതിനായിട്ട് ന്യൂ കറൻസി ക്ലിക്ക് ചെയ്യുക. കറൻസി കോഡ് എന്താണെന്നുള്ള ഇത് ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ലിസ്റ്റാണ്. അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഖത്തറിൻ്റെ ചൂസ് ചെയ്യുന്നത്. പിന്നെ സിമ്പിൾ എങ്ങനെ വരണം, നെയിം എന്താ കാണിക്കേണ്ടത്, ഡെസിമൽ പ്ലേസസ്, ഫോർമാറ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്യുന്ന രീതിയിലും സെറ്റ് ചെയ്യാം, അതേപോലെ മാനുവലി കൊടുക്കുന്നതും സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഏത് കറൻസിയാണോ ആ പെർട്ടിക്കുലർ കറൻസിയിൽ മൗസ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വ്യൂ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് പുതിയ എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇന്നത്തെ ഡേറ്റിൽ ഞാൻ എക്സ്ചേഞ്ച് റേറ്റ് 2500 എന്നാണ് കൊടുക്കുന്നത്. ഇനി ഓട്ടോമാറ്റിക്കലി ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനേബിൾ എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറൻസി ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒരു കറൻസിനെ എങ്ങനെ കസ്റ്റമറിനെ മാപ്പ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതിനായിട്ട് കസ്റ്റമറിനെ ചൂസ് ചെയ്യണം, സെയിൽസ് മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ള. അപ്പം ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്ത് ആ കസ്റ്റമറിനെ എഗെയിൻസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കറൻസി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പം അവരെ ബേസ് കറൻസിയും കൂടെ സെറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ GST ട്രീറ്റ്മെൻറ്റ് അൺരജിസ്റ്റേർഡ് കാണിക്കുന്നുണ്ട്. ഇപ്പം കറൻസിയിൽ ബേസ് കറൻസി നമ്മൾ INR ചൂസ് ചെയ്തുകൊണ്ട് ബേസ് കറൻസിയാണ് ലിസ്റ്റ് ചെയ്യുക. ഇനിയിപ്പം ഓരോ കസ്റ്റമറിനെ മാപ്പ് ചെയ്യാൻ ഇവിടെ ഏതാണോ കറൻസി അത് ചൂസ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഈ ഒരു കസ്റ്റമറിന് എഗെയിൻസ്റ്റ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം അവിടെ കസ്റ്റമറിൻ്റെ കറൻസി ഏതാണോ ആ കറൻസിയിലാണ് ഐറ്റംസ് റിഫ്ലക്റ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ ഫസ്റ്റിൽ തന്നെ നോക്കിയാൽ കാണാം എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ 2500 ആണ് എന്നുള്ളത്. ഇപ്പം ഞാൻ 2800 ആക്കി. ഇങ്ങനെ നമുക്ക് മാനുവലി എഡിറ്റ് ചെയ്യാം. അതേപോലെ ഇത് ഡീഫോൾട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ബോക്സ് ടിക്ക് ഇട്ടിട്ട് സേവ് ചെയ്താൽ മതി. ഇനിയിപ്പം ഇതൊക്കെ ഞാൻ INR ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം ഐറ്റം 200 റുപ്പീസിലാണ് ഉള്ളത്. ഇതിനെ ഞാൻ ചൂസ് ചെയ്യുമ്പം ഇവിടെ റേറ്റ് കണ്ടോ, ഈ ഒരു QIR കാണിക്കുക 0.07. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പം നമുക്ക് QR തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതാണോ ഇവിടെ കണ്ടോ QAR എന്നാണ് സിമ്പിൾ കാണിക്കുന്ന എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ചോദിക്കുന്നുണ്ട്. 2500 ആണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ഇൻവോയ്സ് ചെയ്യുന്ന നേരം അത് 2500 ആയിരുന്നു. പക്ഷേ പേയ്മെൻറ്റ് എനിക്ക് റിസീവ് ചെയ്യുമ്പം അത് 3000 ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു 500 എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റിപ്പോർട്ട്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. റിപ്പോർട്ട്സിൽ നമുക്ക് മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം കറൻസിൻ്റെ അണ്ടറിൽ റിപ്പോർട്ട്സിൽ തന്നെ കറൻസിൻ്റെ അണ്ടറിൽ നമുക്ക് റിയലൈസ് ചെയ്തിട്ടുള്ള ഗെയിൻ ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ളത് ലിസ്റ്റ് ചെയ്യും. ഏതാണ് ട്രാൻസാക്ഷൻ ടൈപ്പ് കാണിക്കുന്നുണ്ട്, എക്സ്ചേഞ്ച് റേറ്റ്, അതിൽ എത്ര ആണ് റിയലൈസ് ചെയ്തത്, നമുക്ക് ഗെയിൻ എത്ര കിട്ടി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്.
ഗെയിന് കിട്ടി, അതിൻ്റെ റിയലൈസ്ഡ് എമൗണ്ടും കാണിച്ച്. ഇനിയിപ്പം ഈ ഒരു ഗെയിന്, നമുക്ക് വന്ന ഗെയിന് എന്ന് പറയുന്നത് ഈ ബിസിനസ് ഓവർവ്യൂവിൽ, അതായത് മെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇന്നത്തെ ഡേറ്റ് റേഞ്ച് വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നുള്ളത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. ഡീഫോൾട്ട് ആയിട്ട് സോഹോ ബുക്സിൽ ഈ കറൻസീസ് ഇനേബിൾ ചെയ്യുമ്പോൾ തന്നെ ഇതും ലിസ്റ്റ് ചെയ്യും, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഗെയിൻ 14, അത് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്, എക്സ്പെൻസിലായതുകൊണ്ട് തന്നെ നെഗറ്റീവ് ബാലൻസിൽ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക് എങ്ങനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.